ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC GD പരീക്ഷയുടെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഏകദേശം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരോ ചാനലുകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ മുതൽ, അതായത് 21-ാം തീയതി മുതൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞതിന് ശേഷം ഇതുവരെ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ടോപ്പിക്കുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നാളെ മുതൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഈസി എന്ന് തന്നെ പറയാം. ആദ്യത്തെ ഷിഫ്റ്റുകളൊക്കെ വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവസാനം അല്ലെങ്കിൽ വൈകുന്നേരത്തോട് അടുക്കുന്തോറും കുറച്ച് ചിലപ്പോൾ ടഫായി മാറിയിട്ടുണ്ടാവും. അത് SSCയുടെ ഒരു പാറ്റേൺ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു എക്സാം നോക്കുകയാണെങ്കിൽ, ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ വളരെ എളുപ്പമുള്ള എക്സാം ആയിരിക്കും. അതിനുശേഷം എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി റേഞ്ച് മാറി മാറി വരും, ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വരും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു ഐഡിയയും ഇല്ലാതെയാണ് എക്സാം എഴുതാൻ പോകുന്നത്. അതേ പാറ്റേണിൽ തന്നെ അല്ലെങ്കിൽ അതേ ഒരു ഈസി ആയിട്ടുള്ള ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റുകൾക്ക്, അതായത് തുടർന്നുള്ള ദിവസങ്ങളിൽ എക്സാം ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് തന്നെ നോക്കി പഠിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ അവർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ആദ്യത്തെ ഷിഫ്റ്റുകളിൽ എഴുതിയ ആളുകൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് SSC ആ ഒരു കാര്യം എല്ലാ എക്സാമുകളിലും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നാളത്തെ എക്സാം തന്നെ ടഫായി മാറണം എന്നല്ല പറയുന്നത്, എങ്കിലും അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്ത് പോയിട്ട് ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയിരിക്കുന്ന ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 80-ൽ ഒരു 50 അല്ലെങ്കിൽ 60-ന് മേലെയോ അങ്ങനെയൊക്കെയുള്ള ഒരു റേഞ്ചിലാണ് എക്സാം എഴുതിയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഒരു നമ്പർ മനസ്സിൽ വെച്ചിട്ട് എക്സാം എഴുതാൻ പോകരുത്. കാരണം ഇൻ കേസ് നാളത്തെ എക്സാം വളരെ ടഫായിട്ട് മാറുകയാണെങ്കിൽ, SSCയുടെ ഒക്കെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഓരോ ഷിഫ്റ്റിനും എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ അവർ കട്ട് ഓഫ് മാർക്ക് കൂട്ടാറുണ്ട്, ടഫായിട്ടുള്ള ഷിഫ്റ്റുകൾക്ക് കട്ട് ഓഫ് മാർക്ക് കുറയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ച് നോർമലൈസേഷൻ എന്നൊരു കാര്യം എല്ലാ SSC എക്സാമിനും അവർ കൊടുക്കാറുണ്ട്. നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില ടഫായിട്ടുള്ള ഷിഫ്റ്റുകളിൽ അധികം മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഷിഫ്റ്റുകളാണെങ്കിൽ ആ ഷിഫ്റ്റുകൾക്ക് കുറച്ച് മാർക്ക് SSCയുടെ ഒരു ഭാഗത്തു നിന്നും നോർമലൈസ്ഡ് സ്കോറായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണം, അതായത് ആദ്യത്തെ എക്സാം എഴുതിയ ആളുകൾ ഇത്ര എണ്ണം എഴുതി, അപ്പം നമ്മളും ഇതിനേക്കാൾ കൂടുതൽ എഴുതിയാൽ അല്ലെങ്കിൽ ഇത്ര എണ്ണം എഴുതിയാലാണ് നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ആ ഒരു ടഫായിട്ടുള്ള എക്സാമിന് പോയിട്ട് നമ്മൾ ഇത്രയും എണ്ണം നമ്മൾ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു 30-40 എണ്ണമൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയുന്ന ചോദ്യങ്ങളായിരിക്കാം. അതിനുശേഷം ഈ ഒരു എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 20 എണ്ണമൊക്കെ നമ്മൾ കറക്കി കുത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നേടിയ മാർക്ക് കൂടെ മൈനസ് ആയിട്ട് നെഗറ്റീവ് അടിച്ച് മാർക്ക് കുറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം ടഫ് ആണെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ ആയിരിക്കില്ല ആദ്യത്തെ ഷിഫ്റ്റുകളിൽ ലഭിക്കുന്ന സ്കോർ എന്ന് പറയുന്നത്. അതായത് ഈ കട്ട് ഓഫ് മാർക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്, ആ ഷിഫ്റ്റ് എന്താണോ അതിനനുസരിച്ച് പരീക്ഷ എഴുതുക. അതായത് ആദ്യത്തെ ദിവസത്തെ എക്സാമോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഷിഫ്റ്റുകളോ ഇതൊന്നും നമ്മുടെ ഷിഫ്റ്റിനെ ബാധിക്കുന്നില്ല. നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ടഫ് ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. എളുപ്പമാണെങ്കിൽ അതിനനുസരിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കാൻ നോക്കുക. അല്ലാതെ ഇത്ര എണ്ണം സ്കോർ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മളാരും എക്സാമിനെ സമീപിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. അതായത് വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഇപ്പം നാളെ തന്നെ ടഫ് ആവണമെന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ എക്സാം ഡിഫിക്കൽട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു ആവറേജ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഈസിയിലേക്കോ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം എക്സാം എഴുതി പ്രാക്ടീസ് ഉള്ള ആളുകളാണെങ്കിൽ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി പരിചയമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആ ഒരു എക്സാം എളുപ്പമുള്ളതാണോ അല്ലെങ്കിൽ ടഫാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നമുക്കൊരു അറ്റംപ്റ്റ് നടത്താനും പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഇപ്പോൾ എക്സാം എഴുതിയ ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എക്സാം ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിലും മാത്സ്, റീസണിങ് പോലെയുള്ള ടോപ്പിക്കുകളിൽ ഇപ്പോൾ റീസണിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ റീസണിങ്ങിലൊക്കെ 2-3 സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങളൊക്കെ 8 പേരെ അറേഞ്ച് ചെയ്യുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഒരു 3 സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, പസിലുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഒരു 2-3 ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിലൊരു ചോദ്യം, ഈ 3 ഒരു ചോദ്യം വളരെ ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ 3 ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കുകളൊക്കെ അതിൽ ഒരു ചോദ്യം എന്തായാലും ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ റീസണിങ് ആണെങ്കിലും, നമ്മൾ ഏറ്റവും സ്കോർ ചെയ്യുന്ന ടോപ്പിക് റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇതിലെ 20-ൽ 20 ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. ഇന്ന് എക്സാം എഴുതിയ പലരും പറഞ്ഞൊരു കാര്യം ടൈമിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും SSC എക്സാമുകൾക്ക് വരുന്നതാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും 100% ശരിയാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ SSCക്ക് ഇടാൻ പറ്റില്ല. കാരണം എലിമിനേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എളുപ്പമുള്ള എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. നമുക്കാണെങ്കിൽ 160-ൽ 160 മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ ഒരു എലിമിനേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു 10-20% ക്വസ്റ്റ്യൻസ് ഓവറോൾ നോക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളെ നമുക്ക് ഏത് ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിലും നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അവസാന സമയത്തേക്ക് മാറ്റി വെക്കാനുള്ളൊരു ആ ഒരു ക്ഷമ വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ റീസണിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ സീരീസ് വന്നിട്ടുണ്ട്. ലെറ്റർ സീരീസ്, നമ്പർ സീരീസ് വന്നിട്ടുണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, അതേപോലെ സില്ലോജിസം, പിന്നെ നോൺ വെർബൽ റീസണിങ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പേപ്പർ ഫോൾഡിങ്, മിറർ ഇമേജ്, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തൽ, കലണ്ടർ, അനലോഗി, സമാന ബന്ധം കണ്ടെത്തൽ, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും അവിടെ വന്നിട്ടുണ്ട്. ഇനി മാത്സ് ആണെങ്കിലും നമുക്ക് നമ്മുടെ SSC സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. HCF LCMന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചില ഷിഫ്റ്റുകളിൽ 2-3 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ബോർഡ് മാസ് റൂൾ, സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടിയിരുന്ന ടോപ്പിക്കാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ നമ്പർ സിസ്റ്റം വന്നിട്ടുണ്ട്, മെൻസുറേഷൻ, അതേപോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള എല്ലാ ടോപ്പിക്കുകളും നോക്കിയിട്ട് വേണം പോകാൻ. അതായത് ഇപ്പൊ ഇന്ന് ഒരു ടോപ്പിക്കിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഷിഫ്റ്റിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തെ ഷിഫ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് തന്നെ വരില്ല. ചിലപ്പോൾ അതിൽ ആവറേജിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ SSCയെ സംബന്ധിച്ചിടത്തോളം ഒരു ടോപ്പിക്ക്, മാത്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയാനില്ല. ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ തന്നെ നോക്കി പോകണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, GKയിൽ നിന്ന് വന്നിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ചില ഷിഫ്റ്റുകളിൽ, അതായത് ആദ്യത്തെ ഷിഫ്റ്റിലൊക്കെ ആർട്ടിക്കിൾസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള അല്ലെങ്കിൽ വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഷിഫ്റ്റിന് അത് കറക്റ്റായിട്ട് നോക്കണം. അതിലേതോ ഷിഫ്റ്റിലൊക്കെ ആർട്ടിക്കിളിനെ പറ്റി ചോദിച്ചിട്ടുള്ളതെന്നും ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ടോപ്പിക്ക് പ്രതീക്ഷിച്ച് പോകരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഷെഡ്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ഭരണഘടന, കറണ്ട് അഫയേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ പോകണം ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് വന്ന പ്രധാന GK ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ഫീമെയിൽ ചെയർമാനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാനിപ്പറ്റ് യുദ്ധം, സെക്കൻഡ് പാനിപ്പറ്റ് യുദ്ധത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 24, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 24 പറ്റി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ ഷിഫ്റ്റിലൊക്കെ വളരെയധികം ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലാസിക്കൽ ഡാൻസ് ഫോം, മോഹിനിയാട്ടത്തിനെ പറ്റിയും അതേപോലെ ഒഡീസി ഡാൻസ് ഫോമിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഗുരുക്കന്മാർ, സിഖ് ഗുരുക്കന്മാരെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതായത് 10ാമത്തെ സിഖ് ഗുരു ആരാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അഗ്നിപത് യോജന, അതേപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ, അപ്പോയിന്റ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോയിന്റ്മെന്റ്സ് വളരെ ഒരു ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ ഫീമെയിൽ ചെയർമാൻ ഓഫ് ഇന്ത്യൻ റെയിൽവേ ബോർഡ്, അതേപോലെ വീണ്ടും നീതി ആയോഗിന്റെ ചെയർമാൻ, അതേപോലെ ഹംപിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ വെക്ടർ ക്വാണ്ടിറ്റി, ഫിസിക്സിൽ നിന്നും വെക്ടർ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. നമ്മളൊരു വീഡിയോയിൽ, മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 തരം ക്വാണ്ടിറ്റി ഉണ്ട് ഫിസിക്സിൽ, സ്കേലാറും വെക്ടറും. വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, സ്കേലാറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈക്കോർട്ടുമായി റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. 86ാമത്തെ അമെൻമെന്റ്, അതായത് ആർട്ടിക്കിൾസ് നിർബന്ധമായിട്ടും നോക്കി പോവുക. അതേപോലെ അമെൻമെന്റുകൾ, വളരെ പ്രധാനപ്പെട്ട
അമെൻമെന്റുകൾ, ഭേദഗതികൾ നോക്കി പോവുക. അപ്പോയിന്റ്മെന്റ്സ്, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ നേതൃനിരയിലിരിക്കുന്ന ആളുകളെ പറ്റി നോക്കി പോവുക. പിന്നെ അതേപോലെ സാഹിത്യ അക്കാദമി അവാർഡ്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വിശദമായിട്ട് വായിച്ചു പോവുക. ഡാൻസ് ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡാൻസ് ഫോം ഒക്കെ. പിന്നെ അപ്പം ഇതിലിവിടെ ഗുരുക്കന്മാരെ, സിഖ് ഗുരുക്കന്മാരെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ അവാർഡുകളെ പറ്റി പറഞ്ഞു, അവാർഡുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഡെക്സുകൾ. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേൾഡ് പ്രസ് ഇൻഡെക്സ് ആണ്, അതായത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, അതായത് പത്ര സ്വാതന്ത്ര്യം, അതായത് ലോകത്തിൽ പത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മികച്ച പത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങൾ അങ്ങനെയൊക്കെ നമ്പർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹങ്കർ ഇൻഡെക്സ്, പിന്നെ അതേപോലെ പാസ്പോർട്ട് ഇൻഡെക്സ്, അങ്ങനെയുള്ള ഇൻഡെക്സുകൾ വളരെ പ്രധാനമാണ്, അത് നോക്കി പോവാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ഥിരം SSC GD ഒരു പാറ്റേൺ തന്നെയാണ്. വൊക്കാബുലറി, സിനോണിം ആന്റോണിം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാസേജ്, ഇഡിയം, സ്ഥിരം ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ് ഇനി പഠിക്കാനുള്ളൊരു സമയമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവാം. അതേപോലെ ഇഡിയംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി പോവാം, അതൊക്കെയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ചെയ്യാനുള്ളത് GKയിൽ കൂടുതലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതേപോലെ മാത്സ് ഒന്ന് റിവിഷൻ നടത്തുക, റീസണിങ് ഒരു നല്ലൊരു റിവിഷൻ നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും തുടർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം 1-2 മോക്ക് ടെസ്റ്റുകൾ എഴുതുക. എവിടെയാണ് സമയം നമ്മുടെ പോയതെന്ന് അനലൈസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറേ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ടെസ്റ്റുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. സൈറ്റുകളുടെ പേര്, ആപ്പുകളുടെ പേര് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേഡപ്പ്, അഡ്ഡ, അതേപോലെ ടെക്സ്റ്റ് ബുക്ക്, ഇങ്ങനെയുള്ള ആപ്പുകളുടെ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട്, അത് ഒരു ഇപ്പോൾ അഡ്ഡയൊക്കെ 50 രൂപയൊക്കെയാണ് ഒരു ഫുൾ മോക്ക് ടെസ്റ്റിനുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രൈസേ ഉള്ളൂ, അതൊന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിൽ വരുന്ന GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയുള്ള സമയം മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതേപോലെ GKയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നോട്ട് എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ GK പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം, നമ്മളിനിപ്പോൾ ഒരു 1-2 ആഴ്ചകൾക്കുള്ളിൽ എക്സാം കഴിയും. അപ്പോൾ ഇന്ന് പഠിച്ചു തുടങ്ങിയാലും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവും. അപ്പോൾ ഇനി കൂടുതലായിട്ട് GK, അതേപോലെ ഇംഗ്ലീഷൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അങ്ങനെ ഉള്ള വൊക്കാബുലറിക്കൊക്കെ ഒരു ചെറിയൊരു പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറോൾ നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, എക്സാമിനനുസരിച്ചിട്ട് അറ്റംപ്റ്റുകൾ നടത്തുക. ആദ്യത്തെ ഷിഫ്റ്റിലുള്ള ആളുകൾ എത്ര എണ്ണം എഴുതി എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചൊരു ആ ഒരു മത്സരം ഉണ്ടാവാൻ ഇടവരരുത്, അത് നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് ബാധിക്കുക. അപ്പോൾ ഇതിൻ്റെ നോട്ടുകൾ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ അടുത്ത ദിവസങ്ങളിൽ എക്സാം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.